വീടെന്ന സ്വപ്നം മെനഞ്ഞ മണ്ണിൽ ഇനി ശ്രീജേഷിന് അന്ത്യവിശ്രമം. കുവൈറ്റ് തീപിടുത്തത്തിൽ തിരുവനന്തപുരം വർക്കല ഇടവ സ്വദേശി ശ്രീജേഷിന് ജീവൻ നഷ്ടമായ വിവരം നാട്ടുകാരും ബന്ധുക്കളും അറിയുന്നത് ഇന്നലെ രാത്രി വൈകിയാണ്. നാട്ടിൽ നിന്ന് 6 ദിവസം മുൻപ് മടങ്ങിയ ശ്രീജേഷിന്റെ വിയോഗം നാട്ടുകാർക്കിനിയും വിശ്വസിക്കാനായിട്ടില്ല. വയസ്സാണ് ശ്രീജേഷിന്. അവിവാഹിതൻ. അമ്മ ശ്രീദേവി ചെറുപ്പത്തിലേ മരിച്ചു. അമ്മയുടെ മരണശേഷം മനോദൗർബല്യം കാണിച്ച പിതാവ് തങ്കപ്പൻ നായരെ കാണാതായിട്ട് വർഷം 1 കഴിയുന്നു. 7 വർഷം മുമ്പാണ് ശ്രീജേഷിന്റെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. ദുബായിലെ കാരിഫോർ കമ്പനിയിലായിരുന്നു ജോലി. പിന്നാലെ അബുദാബിയിലും ജോലി നോക്കി. 5 മാസം മുമ്പാണ് നാട്ടിലേക്ക് വന്നത്. തൊഴിൽ വിസയിൽ ജൂൺ 6 കുവൈറ്റിലേക്ക് പോയി. സൂപ്പർ മാർക്കറ്റിലെ സെയിൽസിലായിരുന്നു പുതിയ ജോലി. തീപിടുത്തത്തിൽ മരിച്ചവരിൽ ശ്രീജേഷ് ഉണ്ടെന്ന വിവരം നാട്ടുകാർ ആദ്യം വിശ്വസിച്ചില്ല. കാരണം കഴിഞ്ഞ ദിവസം കൂടി അവനെ ഇവിടെയൊക്കെ കണ്ടതല്ലേ എന്ന അമ്പരപ്പിൽ നാട്ടുകാർ. ഈ ശ്രീജേഷ് താമസം അച്ഛൻ്റെ വീട്ടിലായിരുന്നു. കോടയം മുനിസിപ്പാലിറ്റിയാണ്. അങ്ങനെ ഈ വില്ലേജ് ഓഫീസർ ഞങ്ങളുടെ അവിടെ പോയി തിരക്കിയപ്പം പരിസരത്ത് തിരക്കിയപ്പോഴും ആൾക്കാർ പറയുന്നത് ആള് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, മെനിങ്ങാന്നുണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം പുള്ളിയുടെ ഒരു ബന്ധുവിനെ വിളിച്ചാണ് ഇപ്പോഴാണ് അറിയുന്നത് സംഗതി ആള് 6-ാം തീയതി കുവൈറ്റിൽ പോയി. കുടുംബ വീടിനോട് ചേർന്ന് അമ്മയ്ക്കു കിട്ടിയ പാരമ്പര്യ സ്വത്തിൽ 5 വർഷം മുമ്പ് വീടെന്ന സ്വപ്നത്തിനായി ശ്രീജേഷ് പാകിയിട്ടതാണ് ഈ അടിത്തറ. അത് പിന്നെ അനങ്ങിയിട്ടില്ല. കഴിഞ്ഞയാഴ്ച മടങ്ങുമ്പോൾ ശ്രീജേഷ് അടുപ്പക്കാരോട് പറഞ്ഞിരുന്നു, അടുത്ത തവണ വരുമ്പോൾ വീട് വെക്കണം, കല്യാണം കഴിക്കണം. അദ്ദേഹത്തിന്റെ ഈ വീടെന്ന സ്വപ്നം പൂർത്തിയാകാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിവാഹം പോലും വൈകിയത്. അതുകൊണ്ടാണ് വീട് വയ്ക്കാൻ അടിസ്ഥാനം കിട്ടിയ മോനായിരുന്നു. ശ്രീജേഷിന്റെ ഡയറിത്താളിൽ സഹോദരി ആരതി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: മഞ്ഞിൽ വിരിഞ്ഞ ഹിമഗണമായി നിന്റെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്താൻ ഞാൻ എന്നും ഉണ്ടാകും. ശ്രീജേഷിന്റെ ചേതനയറ്റ ശരീരവും കൊണ്ട് ആരതി വരികയാണ്. അമ്മ ഉറങ്ങുന്നതിനടുത്ത് സ്വപ്ന വീടിനായി അടിസ്ഥാനം പണിത ഇടത്ത് കൂടപ്പിറപ്പിന് അന്ത്യവിശ്രമമൊരുക്കാൻ. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.